ശർക്കര, പഴം, റവ, മൈദപ്പൊടി ഇത്രയും സാധനം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ 4 മണിക്ക് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. ഇത് കണ്ടോ, പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുമാണ് കേട്ടോ ഈ ഒരു പലഹാരം. അപ്പോൾ പിന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ 2 അച്ച് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാൽ വേഗം അത് ഉരുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അത് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലതുപോലെ ഉണ്ട് ചൂടാറട്ടെ അല്ലേ. അപ്പോഴേക്കിനും ഇതിലേക്കുള്ള കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട്, 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് പീസാക്കിയിട്ട് ഈ ചെറിയ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ഞാൻ 1/2 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ട, അത് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഴവും ഈ മൈദപ്പൊടിയും എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത ഈ മാവുണ്ടല്ലോ, ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, അതായാലും മതി. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ ഈ റവ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്ത റവയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ റവ മുഴുവനും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ശർക്കര പാനിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നല്ല പോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല തേന് പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ശർക്കര പാനി കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അളവ് കണ്ടോ, ഈ ഒരു 1/2 കപ്പിൻ്റെ ഇതിൻ്റെ 1/4 ഭാഗം മതി കേട്ടോ. നമുക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിങ് ശരിയായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. മാത്രമല്ല, ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ വെള്ളം ഏറിപ്പോവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഇതുപോലെ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് ഈ ഒരു പരുവാണ് കേട്ടോ. അത് കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കാം അല്ലേ. അപ്പോൾ ഞാനിതാ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായതിന് ശേഷം മാത്രം ഓരോ സ്പൂണ് ഇതിലേക്ക് കോരി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മാവ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക, എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ മാവും ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ 4 മണിക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കട്ടൻ ചായ കൂടെ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.